أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. بسم الله الرحمن الرحيم. وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലുമൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകി നാം ഏവരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അടക്കമുള്ള എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ഇത് ദുൽഖഅദ മാസമാണ്. ദുൽഖഅദ കഴിഞ്ഞാൽ അടുത്ത മാസം ദുൽഹിജ്ജ. അതിമഹത്തായ ഒരു കർമ്മത്തിന് സാക്ഷ്യം വഹിക്കുന്ന മാസമാണ് ദുൽഹിജ്ജ മാസമെന്ന് നമുക്കൊക്കെ അറിയാം. അതായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ് കർമ്മം, അത് അത്രമേൽ പ്രാധാന്യപൂർവമാണ് പരിശുദ്ധ ഖുർആനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചത്. ആ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് ഒരുങ്ങി നിൽക്കുന്ന ധാരാളം വിശ്വാസികൾ നമ്മുടെ മഹല്ലിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കും അങ്ങനെ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തരുമാറാവട്ടെ. ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച എല്ലാ വിശ്വാസികളുടെയും ഹജ്ജ് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഹജ്ജ് കർമ്മം മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അല്ലാഹുവോടുള്ള അടുപ്പം പുതുക്കുന്ന ഒരു മഹത്തായ ആത്മീയമായ യാത്രയാണ്. സാമ്പത്തിക ശേഷിയുള്ള, ആരോഗ്യമുള്ള ഏതൊരു വിശ്വാസിക്കും ഈ കാലഘട്ടത്തിൽ അത് നിർബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ നിർബന്ധമാണ് എന്ന് പറയാൻ കാരണം, ഈ കാലഘട്ടത്തിൽ ഹജ്ജ് കർമ്മത്തിനായി പോകുന്നതിന് പൊതുവിൽ ആർക്കും തടസ്സമില്ല. ഇനി സാമ്പത്തിക ശേഷിയുള്ള ഒരാൾക്ക്, ആരോഗ്യമുള്ള ഒരാൾക്ക് സൗദി അറേബ്യയിലേക്ക് പോകാൻ വിസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിർബന്ധം ഇല്ല എന്ന് നമുക്ക് പറയാം. എപ്പോഴാണോ ആ തടസ്സം നീങ്ങുന്നത്, ഉടനടി അയാൾക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമാകും എന്നതാണ് കർമ്മശാസ്ത്രം പറയുന്നത്. ഇതുപോലെ ളുഹർ ബാങ്ക് കൊടുത്താൽ ഏതൊരു വിശ്വാസിക്കും ളുഹർ നിസ്കാരം നിർബന്ധമായി. ആ ളുഹർ നിസ്കാരം നിർവഹിക്കാതെ അയാൾ മരിച്ചു പോയാൽ അയാൾ അതിന് ഉത്തരവാദിയാണ്. എന്നതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ള, ആരോഗ്യമുള്ള, അതിന് അവസരം ലഭിച്ച ഒരു വിശ്വാസി ആ ഒരു സമയത്ത് ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ല, ആ നിർവഹിക്കാതെ അയാൾ മരണപ്പെട്ടു പോയാൽ എന്തുകൊണ്ട് നീ ഹജ്ജ് നിർവഹിച്ചില്ല എന്ന് അല്ലാഹു തആല അവനോട് ചോദിക്കും. കാരണം നിർബന്ധമായ ഒരു സാഹചര്യം അവന്റെ മുമ്പിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്.
അതാണ് ഖുർആൻ പറഞ്ഞത്, വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിന് വന്നുകൊള്ളാൻ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞേക്കണേ. യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ ദുർഘടമായ പാതകളും താണ്ടിയിട്ട് അവൻ ഇങ്ങോട്ട് വന്നുകൊള്ളട്ടെ എന്ന് അല്ലാഹു തആല തന്നെ പറയാണ്. അപ്പൊ സാമ്പത്തിക ശേഷിയുള്ള ഒരാളുടെ മുന്നിൽ അല്ലാഹു തആല വെക്കുന്ന ഒരു ഡിമാൻഡ്, നിനക്ക് പണമുണ്ടോ? ആരോഗ്യമുള്ള ഒരാളുടെ മുന്നിൽ അല്ലാഹു തആല വെക്കുന്ന ഒരു ഡിമാൻഡ്, നിനക്ക് പണമുണ്ടോ? അത് നീ നിർവഹിച്ചിരിക്കണം. അപ്പൊ മാത്രമാണ് നീ യഥാർത്ഥമായ മുസ്ലിം എന്ന് പറയാൻ പറ്റൂ. ഇതുപോലെ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ മുസ്ലിം എന്ന് വിളിക്കപ്പെടണമെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായതുപോലെ, അയാൾ നോമ്പനുഷ്ഠിക്കാൻ നിർബന്ധിതനായതുപോലെ ഹജ്ജ് കർമ്മം അയാൾക്ക് നിർബന്ധമാണ്. സഹോദരങ്ങളെ, നമുക്കൊരു പിതാവിനെ കുറിച്ചറിയാം. ആ പിതാവിന് വയസ്സായി. സാധാരണഗതിയിൽ വയസ്സായ പിതാക്കന്മാർ പിതാവാകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല. പ്രായമായി പിതാവാകാൻ ആഗ്രഹിച്ച ഒരാൾ പിതാവാകുന്നില്ല. അങ്ങനെ വയസ്സാം കാലത്ത് പിതാവായ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്കറിയാം. അത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അഭിലാഷം വിവാഹമാണെങ്കിൽ ആ വിവാഹത്തിന്റെ ശേഷം അയാൾക്കുണ്ടാകുന്ന രണ്ടാമത് അഭിലാഷം താൻ ഒരു പിതാവാകണമെന്നതായിരിക്കും. അത് സ്ത്രീയാണെങ്കിൽ ഞാനൊരു മാതാവാകണമെന്ന ആഗ്രഹമായിരിക്കും. അങ്ങനെ പിതാവാകാനുള്ള ആഗ്രഹം ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ച് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് ഒരു മനുഷ്യൻ, അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിമിന് ഈ വയസ്സാം കാലത്ത് ഒരു മകൻ പിറന്നു. ആ മകന്റെ പേര് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നാണ്. അത്രയും ആഗ്രഹിച്ച് തനിക്ക് ലഭ്യമായ ഈ മകനെ അറുക്കാൻ വേണ്ടിയിട്ട് ആ പിതാവിനോട് പടച്ച റബ്ബ് പറയുമ്പോൾ എത്രമാത്രം മാനസികമായ പ്രയാസത്തിലായിരിക്കും, എത്രമാത്രം സ്ട്രെസ് ആയിരിക്കും, എത്രമാത്രം സംഘർഷമായിരിക്കും ആ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുക. മരണപ്പെട്ടു പോവുക എന്നുള്ളതല്ല അവിടെ, സ്വന്തം കൈകൊണ്ട് മകനെ അറുക്കാൻ വേണ്ടി പടച്ച റബ്ബിന്റെ ആഹ്വാനമാണ്, ഉത്തരവാണ്. എന്നിട്ട് ആ പിതാവ് വേദനയോടുകൂടെ തന്റെ മകനോട് വന്ന് പറയുന്ന ഒരു രംഗം സൂറത്തു സാഫാത്തിൽ പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നീ അറാ ഫിൽ മനാം അന്നി അദ്ബഹുക്, എന്റെ പൊന്നു മോനെ, ഞാനിതാ സ്വപ്ന ദർശനം എനിക്കുണ്ടായിരിക്കുന്നു. ഫിൽ മനാം, അള്ളാഹുവിന്റെ വഹി എനിക്ക് ലഭിച്ചിരിക്കുന്നു. അന്നി അദ്ബഹുക്, നിന്നെ അറുത്തുകൊള്ളണമെന്ന്. ആലോചിച്ചു നോക്കൂ, നിന്നെ അറുക്കാനാണ് പടച്ച റബ്ബ് പറയുന്നത്, അറുക്കാനാണ് പറയുന്നത്, നിന്നെ നാട് കടത്താനല്ല, അല്ലെങ്കിൽ നിന്നെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്താനല്ല, നിന്നെ എന്റെ കൈകൊണ്ട് അറുക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. ഈ സന്ദർഭത്തിൽ ആ മകൻ പറഞ്ഞു, യാ അബതിഫ് അൽ മാ തുഉമർ, എന്റെ പിതാവേ, കൽപ്പിക്കപ്പെട്ടതെന്തോ അത് താങ്കൾക്ക് നിർവഹിച്ചു കൊള്ളാം. അഥവാ ഒരു പിതാവിന്റെ സമർപ്പണത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഒരു മകന്റെ വിധേയത്വത്തെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതാണ് യഥാർത്ഥമായ ഈമാൻ. പടച്ച റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ യഥാവിധി അനുസരിക്കാനുള്ള ഒരു ഈമാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബ് ഒരിക്കലും മക്കളെ അറുക്കാൻ വേണ്ടി പറയുന്നില്ല. മക്കളെ ഈ രൂപത്തിൽ നമ്മളെ മാനസികമായ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ ഏതെങ്കിലും ക്രിയവിക്രയങ്ങൾ മക്കളിൽ ചെയ്യണമെന്ന് അല്ലാഹു തആല പറയുന്നില്ല. എത്രമാത്രം ഉദാരമായിട്ടാണ് അല്ലാഹു തആല വിശ്വാസികളായ നമ്മോട് ഓരോരോ കാര്യങ്ങളും കൽപ്പിക്കുന്നത്. നമ്മോട് പറയുന്നത് നിങ്ങൾ മകനെ അറക്കേണ്ടതില്ല. നമ്മോട് പറയുന്നത് നിനക്ക് പൈസ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ത്യാഗം സഹിച്ച ഇങ്ങനെയുള്ള ഒരു പുരുഷൻ ജീവിച്ചു പോയൊരു നാടുണ്ട്, മക്ക എന്ന നാട്. ആ പുരുഷൻ ഈ ലോകത്തിന് സമർപ്പിച്ച കുറെ മൂല്യങ്ങളുണ്ട്, ജീവിത മൂല്യങ്ങളുണ്ട്. അത് നേരിൽ കാണാൻ, അത് കണ്ടു പഠിക്കാൻ, എന്നിട്ട് നിന്റെ വിശ്വാസം ഒന്ന് ഊട്ടിയുറപ്പിക്കപ്പെടാൻ നീ ഒന്ന് കഅബയിലേക്ക് പോകണേ.
നീ ഒന്ന് ഹജ്ജിന് പോകണേ എന്ന് മാത്രമാണ് റബ്ബ് നമ്മളോട് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് റബ്ബ് പറഞ്ഞത് മകനെ അറുക്കണമെന്നാണ്. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഈമാനിന്റെയും അവരുടെ ഈമാനിന്റെയും വ്യത്യാസമാണത്. അവിടെ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സഹിച്ച ത്യാഗത്തിന്റെ 100% പോലുമല്ല ഒരാൾ അയാളുടെ പൈസ ചെലവാക്കിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹജ്ജിന് പോവുക എന്നുള്ളത്. അവിടെ അങ്ങനെ ഹജ്ജിന് ഒരാൾക്ക് പോകാൻ സാധിച്ചാൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ത്യാഗമാണ് എന്നാണ് എന്ന പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ അറുക്കാൻ തീരുമാനിച്ചു. മകനെ അറുത്തു അവക്കോളമെത്തി. ആ സമയത്ത് താങ്കൾ ഇരുപേരും പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. താൽക്കാലികമായി മറ്റൊരു ദിബ്ഹ് കൊണ്ട് നാം തൃപ്തിപ്പെട്ടിരിക്കുന്നു, മറ്റൊരു ബലി കൊണ്ട് നാം തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. അതിന്റെ അനുസ്മരണം എന്ന രൂപത്തിലാണ്. അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നടുക, പ്രാവർത്തികമാക്കുക എന്നതിന്റെ ഭാഗമാണ് ഹജ്ജ് കർമ്മം. അത് വല്ലാത്തൊരു അഭിലാഷമായി, വല്ലാത്തൊരു ആഗ്രഹമായി, ഈമാനിന്റെ തിളക്കമായി മുഅ്മിനീങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഹജ്ജ് എന്നത് അതൊരു ദൂർത്തല്ല, അനാവശ്യമായ ഒരു ആരാധനയും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് അർത്ഥവത്തായ ഒരാശയം ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയമായ ഒരു യാത്രയാണ് ഹജ്ജ്, തീർത്ഥാടന യാത്രയാണ്. സാമ്പത്തിക ശേഷിയുള്ള ഒരാളുടെ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് ഇസ്ലാം നന്നായിട്ട് വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമാണത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ എന്താണ് ചെയ്യുക? സാമാന്യമായ ഒരു ബുദ്ധി വെച്ച് സാമ്പത്തികമായ ശേഷിയുള്ള ഒരാൾ അയാളുടെ പണം ഉപയോഗപ്പെടുത്തിയിട്ട് അയാൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് യാത്രയാണ്, സഞ്ചാരമാണ്. അത് ഭൗതികമായ ചില താല്പര്യങ്ങൾക്കാകാം, ലൈംഗികമായ താല്പര്യങ്ങൾക്കാകാം, അല്ലെങ്കിൽ മനസ്സിന് ആസ്വാദനം കിട്ടുന്ന ചില ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഭൗതികമായ ചില താല്പര്യങ്ങളാകാം. അതാണ് ഒരു പണം കിട്ടിയാൽ ഒരാൾ ചെയ്യാൻ കഴിയുന്ന മിനിമം പരിപാടി. എന്നാൽ ഇവിടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, നിന്റെ കയ്യിൽ പണമുണ്ട് എങ്കിൽ നീ ഒരു യാത്ര പോകണം. അത് ഭൗതികമായൊരു യാത്രയല്ല കേട്ടോ, അത് പൈശാചികമായൊരു യാത്രയല്ല. പിശാചിനോട് മല്ലിട്ട് വിജയിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്ന ഒരു ആത്മീയമായ യാത്രയാണ്. അതാണ് ഹജ്ജ് യാത്ര. അവിടെ അനാവശ്യങ്ങളില്ല. യാത്രകൾക്ക് വളരെ വലിയ അർത്ഥങ്ങളുണ്ട്, യാത്രകൾക്ക് വളരെ വലിയ അനുഭവങ്ങളുണ്ട്, യാത്രകളിൽ ക്ലേശമുണ്ട്, യാത്രകളിൽ ആനന്ദമുണ്ട്, യാത്രകളിൽ ആസ്വാദനങ്ങളുണ്ട്. ഈ എല്ലാം അവന്റെ യാത്രയിലൂടെ ലഭ്യമാകണം. പ്രത്യേകിച്ച് ആത്മീയമായ ഒരു നിർവൃത്തി ഒരാൾക്ക് കിട്ടണം. ഭൗതികമായി നമുക്ക് കിട്ടുന്ന എല്ലാ ആനന്ദത്തെക്കാളും ഏറ്റവും വലുതാണ് ആത്മീയമായി ഒരാൾക്ക് കിട്ടുന്ന ആനന്ദം. ആ ആനന്ദം തീർച്ചയായും കഅബയിലേക്ക് പോകലോടുകൂടെ ഒരാൾക്ക് ലഭ്യമാകുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആരാധനയുടെ പേരിലും അനുഷ്ഠാനത്തിന്റെ പേരിലും ഒരിക്കലും അമിത വ്യയം പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വളരെ കൃത്യമായ ഒരു പോളിസി. പണമുണ്ടെങ്കിൽ ആരാധന നടത്തുക, ആരാധനകളിൽ അനാവശ്യമായി പണം ചെലവഴിക്കുന്ന ഒരു സ്വഭാവവും പരിശുദ്ധ ഇസ്ലാമിലില്ല. ഇസ്ലാമിന്റെ ഓരോ ആരാധനകളും ദീൻ പഠിപ്പിച്ച ഓരോ അനുഷ്ഠാനങ്ങളും നാം ഒന്ന് പരിശോധിച്ച് നോക്കുക. എവിടെയാണ് അവിടെ തോന്നിവാസങ്ങൾ ഉള്ളത്? എവിടെയാണ് അവിടെ ധൂർത്തുകൾ ഉള്ളത്? എവിടെയാണ് അവിടെ അപകടങ്ങൾ ഉള്ളത്? എവിടെയാണ് അവിടെ മനുഷ്യന്റെ ജീവിതത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളുള്ളത്? ഒന്നുമില്ല. ഇസ്ലാം നമ്മോട് കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങളും വ്യക്തിപരമായി നമ്മുടെ നേട്ടത്തിന് വേണ്ടിയാണ്, സമൂഹത്തിന്റെ നേട്ടത്തിന് വേണ്ടിയാണ്. സക്കാത്തിന്റെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കൂ. വർഷത്തിൽ ദശലക്ഷക്കണക്കിന് പണം പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന ഈ ഒരു പ്രവർത്തനം ഈ സമൂഹത്തിൽ മറ്റെവിടെയാണുള്ളത്?
ഫിത്ർ സക്കാത്തിന്റെ കാര്യം പരിശോധിച്ചു നോക്കൂ. കോടിക്കണക്കിന് ഭക്ഷ്യക്കിറ്റുകൾ പാവപ്പെട്ടവരിലേക്ക് എത്തുന്ന ഈ പ്രവർത്തനം ലോകതലത്തിൽ ഒരേ സമയത്ത് സംഭവിക്കുന്നു എന്നുള്ളത് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയല്ലേ? ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകത പരിശോധിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് ടൺ മാംസം പാവപ്പെട്ടവരിലേക്ക് എത്തുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയില്ലേ കാണുന്നത്? അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഒരു ആഘോഷവും അനാവശ്യങ്ങളില്ലാത്ത ധൂർത്തുകളില്ലാത്ത ആഘോഷങ്ങളും ആവശ്യങ്ങളുമാണ്. എന്നാൽ നമ്മളായിട്ടുണ്ടാക്കി കുറെ ധൂർത്തുകളുണ്ട്, നമ്മളായിട്ടുണ്ടാക്കി കുറെ തോന്നിവാസങ്ങളുണ്ട്. ഏതെങ്കിലും മക്കാമിലോ മക്കബറകളിലോ നടത്തുന്ന ചില അനാചാരങ്ങളുണ്ട്. അവിടെ ധൂർത്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ തോന്നിവാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ പൊട്ടിക്കുന്ന മക്കാമുകളിൽ മക്കബറകളിൽ താമസിക്കുന്ന അവരാ അന്ത്യവിശ്രമം ചെയ്യുന്ന നല്ല നല്ല മഹാന്മാരായ മനുഷ്യന്മാരുണ്ടാകും. പക്ഷേ ആ മനുഷ്യന്മാരെ സ്നേഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകള് ആ മനുഷ്യന്മാർ പഠിപ്പിച്ച കാര്യത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ ചവക്കാട്ട് താമസിക്കുന്ന നമുക്കൊക്കെ അറിയാമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. വെടിമരുന്നും ആന എഴുന്നള്ളത്തും എന്ത് ഇസ്ലാമും? ആ തോന്നിവാസം, ആ ധൂർത്ത് പാടുണ്ടോ? മറ്റു പൊങ്കാലകൾ ഇസ്ലാം അംഗീകരിക്കുന്നു? ഇസ്ലാം മാത്രമല്ല, ദൈവവിശ്വാസം ഉദ്ഘോഷിക്കുന്ന ഒരു മതവും അത് പറയുന്നില്ല എന്നുള്ളത് നമ്മുടെ അടിവരയിട്ടുകൊണ്ട് പറയണം. കാരണം മതങ്ങൾ ഒരിക്കലും ദുർവ്യയം സമ്മതിക്കില്ല, മതങ്ങൾ ഒരിക്കലും അക്രമങ്ങൾ സമ്മതിക്കില്ല, മതങ്ങൾ ഒരിക്കലും അപകടകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സംഭവിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ ഒരു വെടിമരുന്ന് ശാലയിൽ സ്ഫോടനം നടന്നു. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 13 നിരപരാധികളായ ആളുകളാണ് മരണപ്പെട്ടു പോയത്. ആരാണ് ഉത്തരവാദി? ഏത് മതം ഇതിന് ഉത്തരം പറയും? ഏത് പുരോഹിതന് ഇതിന് ഉത്തരം പറയും? ആരാണ് അവരെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിച്ചത്? ആരാണ് അങ്ങനെയുള്ള സംസ്കൃതി അവരെ പഠിപ്പിച്ചത്? ഏത് ദൈവമാണ് പഠിപ്പിച്ചത്? ഏത് മതമാണ് പഠിപ്പിച്ചത്? അങ്ങനെ ഏതെങ്കിലും മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മതം അല്ല, അത് ആളുകളുടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. ഇങ്ങനെ ഒരാഘോഷങ്ങളും ഉത്സവങ്ങളും നടത്തിയിട്ട് അനാവശ്യമായി കോടിക്കണക്കിന് പണം ദുർവ്യയം ചെയ്യുമ്പോൾ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ മുതലാളിമാരായി നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ പതക്കം പൊട്ടിച്ച് തീർക്കരുത്. അത് പാവപ്പെട്ടവന് വേണ്ടി കൊടുക്കണമെന്ന കാലിക പ്രസക്തമായ ആശയമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം എന്തും നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ പണം നല്ല വഴിക്ക് ചെലവഴിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഹജ്ജ് കർമ്മം, മറ്റൊന്നാണ് ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ബലിദാനം, ഉദഹിയത്ത്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹലിൽ എല്ലാ വർഷവും വ്യവസ്ഥാപിതമായി വളരെ കാര്യക്ഷമമായി ബലികർമ്മം നിർവഹിക്കാറുണ്ട്. ഇനി 1 മാസം മാത്രമേ ഉദഹിയത്തിനുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാകണം. സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ പോലും അതിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷം ചെയ്തു, ഈ വർഷം നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഒരു പൂർണ്ണമായ ഉദഹിയത്തിൽ പങ്കുചേരുക. അല്ലെങ്കിൽ അതിന്റെ വിഹിതമുണ്ട്, 1/7 എന്നൊരു വിഹിതത്തിൽ നമ്മൾ പങ്കുചേരുക. നമ്മുടെ ഹൃദയം ബലി നൽകുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബലി നൽകിയതുപോലെ, ശരീരം കൊണ്ട് ബലി നൽകിയതുപോലെ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ബലി നൽകാൻ, നമ്മുടെ പണം കൊണ്ട് നമുക്ക് ബലി നൽകാനുള്ള സുന്ദരമായ ഒരു അവസരമാണ്. ആ ബലി നാം നൽകലോടുകൂടെ നമ്മുടെ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ ഒരു അംശം നിർവഹിക്കാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. മാംസമല്ല ശരിക്കും നാം ബലി നൽകുന്നത്, അവിടെ രക്തമല്ല നാം ബലി നൽകുന്നത്. നേരെ മറിച്ച് അള്ളാഹുവോടുള്ള സമർപ്പണമാണ്, അള്ളാഹുവോടുള്ള ഭക്തിയാണ് നാം ബലി നൽകുന്നത്. ഈ ബലി ഒരു മൃഗമായി, ഒരു രക്തമായി, ഒരു മാംസമായി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് ബാക്കിയാകും. നാളെ പാരിത്രികമായ ലോകത്ത് അത് ബാക്കിയാകുമെന്നാണ് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇത് തങ്ങളുടെ ഒരു വാക്കുണ്ട്, മാ അമില ഇബ്നു ആദം യൗമൻ നഹർ അമലൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ് ദം. ബലിപെരുന്നാളിൽ ഒരു വ്യക്തി ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ അത് ബലിദാനമാണ്, ഉദ്ഹിയ്യത്താണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിന് സമയമായിരിക്കുന്നു. ഈ അവസരം നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാ വിശ്വാസികളെയും
ഓർമ്മപ്പെടുത്തുകയാണ്. അത് മാംസമല്ല, നേരെ മറിച്ച് നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷമാണ്, ഒരു ആഹ്ലാദമാണ്, ആത്മീയമായ ഒരു ഉണർവാണ്. നമ്മൾക്കിടയിൽ ഉണ്ടാകുന്ന സാഹോദര്യത്തെ അരക്കെട്ടുറപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. നമ്മുടെ മഹല്ലിന്റെ കെട്ടുറപ്പിനെ ശക്തമാക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അതുമായി എല്ലാ അർത്ഥത്തിലും നാം സഹകരിക്കണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ അമലുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അല്ലാഹു തആല നമ്മിൽ നിന്ന് പുറത്തു തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.